രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ പറയുന്നത്? ഓക്കെ ആണോ? കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ ബാംഗ്ലൂരിന്റെ 18 ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമ്മൾ ഇന്ന് അധ്യായം 18 സന്യാസത്തിന്റെ പരിപൂർണത, ലാസ്റ്റത്തെ അധ്യായത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അല്ലെ. 18 ദിവസത്തെ യാത്ര. ഇതില് ലാസ്റ്റത്തെ അധ്യായം 18ാമത്തെ സന്യാസത്തിന്റെ പരിപൂർണത. അപ്പൊ നമ്മളിന്ന് അതിനു മുന്നേ ഇന്നലെ നമ്മൾ എന്തൊക്കെ കണ്ടെന്നല്ല കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ശ്രദ്ധാവിഭാഗങ്ങള്, അതില് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 3 ഗുണത്തിലുള്ളവരുടെ ഭക്ഷണശീലങ്ങൾ കണ്ടു. ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് ഓം തത്സത്ത് എന്ന് ഉരുവിട്ടുകൊണ്ട് ചെയ്യണം നമ്മളോട് പറഞ്ഞു. അല്ലാതെ ഭഗവാനിൽ വിശ്വാസം ഇല്ലാതെ ചെയ്യുന്നതെല്ലാം എന്താണെന്ന് കണ്ടു, അസത്താണെന്ന് കണ്ടു നമ്മൾ. പിന്നല്ല അധ്യായത്തില് അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഇന്ന് ശരിക്കും 17ാമത്തെ അധ്യായത്തോടു കൂടി ഭഗവത്ഗീത കഴിഞ്ഞു. പിന്നെ ഒരു കൺക്ലൂഷൻ പോലെയാണ് പിന്നുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ ഇതിൽ പറയുന്നത് 18ാമത്തെ അധ്യായത്തില്. പിന്നെ ഇതിലും ഇത് പറഞ്ഞ പോലെ തന്നെ 3 കർമ്മങ്ങളിൽ 3 ഗുണങ്ങളിലുള്ളവരുടെ ത്യാഗത്തെ കുറിച്ചും ബുദ്ധിയെ കുറിച്ചും പിന്നെന്താണ് കർമ്മത്തെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. അപ്പൊ അധ്യായം 18 സന്യാസത്തിന്റെ പരിപൂർണത. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഋഷികേശ പൃഥാ കേശി നിഷൂദന. അർജുനൻ പറഞ്ഞു, മഹാബാഹുവായ കൃഷ്ണ, കേശിയെ ഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ, ത്യാഗത്തിന്റെയും സന്യാസത്തിന്റെയും ഉദ്ദേശം എന്തെന്നറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അർജുനൻ പറയാണ് ഭഗവാനോട്, കേശിയെ ഹനിച്ചവൻ ഋഷികേശൻ, കേശിയെ ഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥൻ. കേശിയെ ഹനിച്ചവനാണ് നിഷൂദന, കേശി നിഷൂദന. ഋഷികേശ, ഋഷികേശ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ നാഥൻ, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രിക്കുന്നത്. അത് ഭഗവാനെ വിളിക്കുകയാണ് അർജുനൻ. കാരണം നമ്മുടെ സംശയങ്ങൾ എന്ന് പറഞ്ഞ ഒരു അസുരനെ പോലെയാണ് നമ്മുടെ ആ സംശയങ്ങള്. എപ്രകാരമാണ് ഭഗവാൻ കേശി എന്ന് പറഞ്ഞ അസുരനെ വധിച്ചത്, അതേപോലെ തന്റെ സംശയങ്ങൾ ഇല്ലാതാക്കി തരാൻ ഭഗവാനോട് അർജുനൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അതുപോലെ തന്നെ ഋഷികേശൻ, അർജുനന്റെ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ നിയന്ത്രിക്കാനായിട്ടും. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ അങ്ങനെ അർജുനൻ സംബോധന ചെയ്യുന്നത്. അർജുനൻ മനസ്സിലങ്ങനെ വിചാരിക്കുകയാണ് ഭഗവാൻ അത് നിയന്ത്രിച്ചാലെന്നുള്ള രീതിയിൽ. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? ശ്രീ ഭഗവാൻ ഉവാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു സർവകർമ്മ ഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഭൗതിക വാഞ്ചകൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം എന്ന് വിദ്വാൻമാർ പറയുന്നു. സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനാണ് ബുദ്ധിമാന്മാർ ത്യാഗം എന്ന് പറയുന്നത്. അപ്പൊ ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം എന്ന് വിദ്വാൻമാര് പറയുന്നു. കർമ്മങ്ങളുടെ ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനാണ് ബുദ്ധിമാന്മാർ എന്ത് പറയുന്നത്? ത്യാഗം എന്ന് വിളിക്കുന്നത്. അപ്പൊ കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് സന്യാസവും കർമ്മത്തിന്റെ ഫലങ്ങളെ ഉപേക്ഷിക്കുന്നത് ത്യാഗവും. അപ്പൊ അർജുനൻ ചോദിച്ചത് അതാണ് അല്ലെ. കഴിഞ്ഞ ശ്ലോകം അർജുനൻ എന്താ ചോദിച്ചത് ഭഗവാന്റെ അടുത്ത്? സന്യാസം
ത്തിന്റെയും ത്യാഗത്തിന്റെയും ഉദ്ദേശം അറിയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ സന്യാസം എന്ന് പറയുന്നത് കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണെന്നും ത്യാഗം എന്ന് പറയുന്നത് കർമ്മത്തിന്റെ ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതാണെന്നാണ് ഭഗവാന്റെ അഭിപ്രായം. എല്ലാ ബുദ്ധിമാന്മാരും വിദ്വാൻമാരും പറയുന്നതായിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കർമ്മത്തിന്റെ ഫലങ്ങൾ ഉപേക്ഷിക്കുക. എന്നിട്ട് ഭഗവാൻ എന്താ പറയണത്? എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷകരങ്ങളാകിയാൽ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാരാ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. യജ്ഞം, ദാനം, തപസ് എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് മറ്റു ചില ഋഷികൾ അഭിപ്രായപ്പെടുന്നു. അപ്പൊ എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷകരമായതുകൊണ്ട് തന്നെ അതിനെ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാരായിട്ടുള്ള ചിലർ പറയുന്നു. പക്ഷെ യജ്ഞവും ദാനവും തപസ്സും ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് ഋഷികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ എല്ലാ കർമ്മങ്ങളും ദോഷകരമായതുകൊണ്ട് അതിനെ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാര് പറയുന്നുണ്ട്. പക്ഷെ യജ്ഞവും ദാനവും തപസ്സും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് ഋഷികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി ഭഗവാന്റെ അഭിപ്രായം പറയാണ്. എന്താ പറയുന്നത്? പുരുഷ വ്യാക്രമ്യ ത്യാഗം 3 വിധം എന്നാണെന്നാണ് ഭഗവത് ധർമ്മശാസ്ത്രങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. എന്റെ വിധി നിർണയം കേൾക്കാൻ ഭഗവാന്റെ അഭിപ്രായം ഭഗവാൻ പറയാണ്. യജ്ഞം, ദാനം, തപസ് എന്നിവ ഉപേക്ഷിക്കേണ്ടതല്ല, അവ അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്. മഹാത്മാക്കൾക്ക് പോലും വിശുദ്ധീകരിക്കുന്നതാണ്. അപ്പം യജ്ഞവും ദാനവും തപസ്സും ഒരിക്കലും എന്തല്ല, ഉപേക്ഷിക്കേണ്ട കർമ്മങ്ങളല്ല, അത് അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്. കാരണം മഹാത്മാക്കളെ പോലും വിശുദ്ധീകരിക്കുന്നതാണ് ഇത് 3. അപ്പൊ മഹാത്മാക്കൾക്ക് പോലും വിശുദ്ധി നൽകുന്നതാണ് ഈ 3 കാര്യങ്ങളും. യജ്ഞവും ദാനവും തപസ്സും അതൊരിക്കലും ഉപേക്ഷിക്കപ്പെടേണ്ടതല്ല, അനുഷ്ഠിക്കപ്പെടേണ്ടതാണ് എന്ന് പറയാണ്. അതെങ്ങനെയാ ചെയ്യേണ്ടത്? ആസക്തിയോ ഫലോദ്ദേശമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടതാണ് ഈ കർമ്മങ്ങൾ. ഹേ പാർത്ഥ, കർത്തവ്യ നിർവഹണം എന്ന നിലയിലാണ് അവ നിറവേറ്റേണ്ടത്. ഇതാണ് എന്റെ അന്തിമമായ അഭിപ്രായം. അപ്പൊ ആസക്തി ഇല്ലാതെ ഫലോദ്ദേശം ഇല്ലാതെ ആയിരിക്കണം അത് അനുഷ്ഠിക്കേണ്ടത്. ഈ കർമ്മങ്ങള് ആസക്തിയോ ഫലോദ്ദേശമോ കൂടാതെ ആയിരിക്കണം അനുഷ്ഠിക്കേണ്ടത്. കർത്തവ്യ നിർവഹണം എന്ന നിലയിലാണ് എന്ത് അവ നിറവേറ്റേണ്ടത്. ഇതാണ് അന്തിമമായ അഭിപ്രായം. അപ്പൊ ഭഗവാന്റെ അഭിപ്രായത്തില് കർത്തവ്യ നിർവഹണം എന്ന നിലയിലായിരിക്കണം ഇത് നിറവേറ്റേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ആസക്തി ഉണ്ടാവാൻ പാടില്ല, ഫലം ഉദ്ദേശിക്കാൻ പാടില്ല, അത്തരത്തിലായിരിക്കണം ഇത് നിർവഹിക്കേണ്ടത്. അപ്പൊ യജ്ഞവും ദാനവും തപസ്സും അനുഷ്ഠിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് ഉപേക്ഷിക്കേണ്ടതല്ല, അത് മഹാത്മാക്കളെ പോലും ശുദ്ധീകരിക്കുന്നതാണ്. പക്ഷെ എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത്? ആസക്തിയോ ഫലത്തെ ഉദ്ദേശിക്കുകയോ ചെയ്യാതെ ആയിരിക്കണം നമ്മൾ അത് ചെയ്യേണ്ടത്. ഒരു കർത്തവ്യ നിർവഹണം എന്ന നിലയിൽ നമ്മളൊരു ജോലി ചെയ്യുന്നു, കർത്തവ്യം നിർവഹിക്കുന്നു എന്നുള്ള രീതിയിൽ ചെയ്യാം. അതില് നമ്മൾ ഫലം ആഗ്രഹിക്കരുത് എന്നാണ് ആര് പറയുന്നത്? ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇനി 3 ഗുണത്തിലുള്ളവരുടെ ത്യാഗത്തെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. എന്താ പറയുന്നത്? ഫസ്റ്റ് തമോ ഗുണത്തിനാണ് പറയുന്നത്. നിയത കർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. വ്യാമോഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അതെന്താണ്? തമോ ഗുണത്തിലുള്ള ത്യാഗമാണ്. അപ്പൊ നമ്മള് ഒരിക്കലും, നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളുണ്ട് അല്ലെ? നമ്മൾ ഒരു ജന്മം എടുത്തു കഴിഞ്ഞാൽ ആ ജന്മത്തിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കർമ്മങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉപേക്ഷിക്കാൻ പാടില്ല. പക്ഷെ വ്യാമോഹം കൊണ്ട് നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ത്യാഗം എന്താണ്? തമോ ഗുണത്തിലുള്ള ത്യാഗമാണ്. രണ്ടാമത്തത്, നിയത കർമ്മങ്ങൾ ക്ലേശകരമാണെന്ന് വിചാരിച്ചുകൊണ്ടോ ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കിക്കൊണ്ടോ ചെയ്യാതെ വിട്ടുകഴിഞ്ഞാൽ അതെന്താണ്? രാജസികമാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത് ക്ലേശകരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാതെ വിട്ടുകഴിഞ്ഞാല് അത് രാജസികമാണ്. അതൊരിക്കലും നമ്മൾ എന്തിന് വരില്ല? ത്യാഗത്തിന്റെ ഉന്നതിയിലേക്ക് നയിക്കില്ല. അപ്പൊ നമ്മൾ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളൊരു ത്യാഗം ചെയ്യുന്നത് സാക്ഷാത്കാരത്തിലേക്കുള്ള വഴികളാണ് ഇതൊക്കെ. നമുക്ക് ഓരോ കർമ്മങ്ങൾ ത്യജിക്കുക, നമ്മൾ അതൊക്കെ ചെയ്യണത് ത്യാഗം. പക്ഷെ ഇത്തരത്തില് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടൊരു കാര്യം ചെയ്യാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫലം നമ്മൾ ആഗ്രഹിക്കാതെ, നമ്മൾ എന്താ പറയാ, ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാതിരിക്കുന്നെങ്കിൽ അതൊരിക്കലും എന്തിലേക്ക് കൊണ്ടുപോകില്ല? ഉന്നതിയിലേക്ക് കൊണ്ടുപോകില്ല. പിന്നെ സാത്വികമായിട്ടുള്ള ത്യാഗം എന്താ പറയണത്? ഭൗതിക സംഗ്രഹിതനായിക്കൊണ്ട് ഫലം ഉദ്ദേശിക്കാതെ തന്റെ കർത്തവ്യമാണെന്ന് കരുതിക്കൊണ്ട് മാത്രം വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുക. അപ്പൊ നമ്മള് ഭൗതിക സംഗ്രഹിതനായി നമ്മൾ ഫലം ആഗ്രഹിക്കാതെ നമ്മൾ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ മാത്രം, ഫലം ഉദ്ദേശിക്കാതെ തന്റെ കർത്തവ്യമാണെന്ന് മാത്രം കരുതിക്കൊണ്ട് കർമ്മം ചെയ്യുകയാണെങ്കിൽ അതാണെന്ന് പറയുന്നത് സ്വാത്വികമായിട്ടുള്ള ത്യാഗം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫലം ഉദ്ദേശിക്കാതെ കർമ്മത്തിന്റെ ഗുണങ്ങളിൽ നിന്ന് നമ്മൾ സ്വയം ഒഴിഞ്ഞു മാറിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കർമ്മം ചെയ്യുന്നു, പക്ഷെ അതിന്റെ ഫലം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? സാത്വികമായിട്ടുള്ള ത്യാഗമാണ്. അപ്പൊ സാത്വികമായ ത്യാഗം എന്ന് വെച്ചാൽ നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? നമ്മൾ വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നു, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഫലം ആഗ്രഹിക്കുന്നില്ല. തന്റെ കർത്തവ്യമാണെന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് അത് ചെയ്യാം. അത് സ്വാത്വികമായിട്ടുള്ള ത്യാഗമായിട്ട് പറയാം. അപ്പൊ 3 തരത്തിലുള്ള ത്യാഗത്തെ കുറിച്ച് പറഞ്ഞു.
ഇനി എന്താ പറയുന്നത് ഇവിടെ, എപ്പോഴും താനും കൃഷ്ണനുമായുള്ള ബന്ധത്തെ പറ്റി അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കൃഷ്ണാവബോധനിഷ്ഠനായ മനുഷ്യൻ മുക്താവസ്ഥയിലായിരിക്കും. അപ്പൊ എപ്പോഴും ഭഗവാനും താനും തമ്മിലുള്ള ബന്ധം അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കും? മുക്താവസ്ഥയിലായിരിക്കും. തന്മൂലം അയാൾക്ക് മരണശേഷം സ്വകർമ്മ ഫലങ്ങളായ സുഖ ദുഃഖാനുഭവങ്ങൾക്ക് ഇടവരുന്നില്ല. അപ്പൊ അയാൾക്ക് ഒരിക്കലും എന്ത് വരുന്നില്ല? സ്വന്തം കർമ്മത്തിന്റെ ഫലങ്ങളായിട്ടുള്ള ദുഃഖങ്ങളോ സുഖങ്ങളോ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല. കാരണം ഭഗവാനെ കുറിച്ചുള്ള താനും ഭഗവാനും തമ്മിലുള്ള ബന്ധം അറിഞ്ഞൊരു വ്യക്തിയാണത്. കൃഷ്ണാവബോധനിഷ്ഠനായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എപ്പോഴും എങ്ങനെയായിരിക്കും? മുക്താവസ്ഥയിലായിരിക്കും. ഇനി 3 തരത്തിലുള്ള കർമ്മത്തെ കുറിച്ച് പറയാണ് ഇവിടെ. അനാസക്തമായും രാഗദ്വേഷരഹിതമായും ഫലാസക്തി കൂടാതെയും നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മം സാത്വികമായ കർമ്മം. ആസക്തി ഇല്ലാതെ രാഗദ്വേഷരഹിതനായിക്കൊണ്ട്, രാഗദ്വേഷരഹിത ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ഇല്ലാതെ, ഫലാസക്തി കൂടാതെ ഫലം ആഗ്രഹിക്കാതെ നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മമാണ് എന്ത്? സാത്വികമായ കർമ്മം. ആസക്തി ഇല്ല രാഗദ്വേഷരഹിതനായിക്കൊണ്ട് ഫലാസക്തി കൂടാതെ നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മം സാത്വികമായ കർമ്മം. രാജസികമായ കർമ്മം എന്ന് പറഞ്ഞാൽ തന്റെ ആഗ്രഹം നിറവേറ്റാനായോ മിഥ്യാഹംഭാവം കൊണ്ടോ ഏറെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മം രാജസികമായിട്ടുള്ള കർമ്മം. അതായത് തന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി മിഥ്യാഹംഭാവം കൊണ്ട് നമ്മൾ എന്താണ്, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറെ പ്രയാസപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ അതെന്താണ്? രാജസികമായിട്ടുള്ള കർമ്മമാണെന്ന് പറയാം. പിന്നെ എന്താണ്, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറ്. പിന്നെ തമോ ഗുണത്തിലുള്ള കർമ്മം എന്ന് പറഞ്ഞാല് അങ്ങനെ ആഗ്രഹം നിറവേറ്റാനായിട്ടോ മിഥ്യാഹംഭാവം കൊണ്ട് ഏറെ പ്രയാസപ്പെട്ട് ചെയ്യുന്നത് രാജസികമായിട്ടുള്ള കർമ്മം. ഇനി 3-മത്തേത് എന്ന് പറഞ്ഞാൽ താമസികമായിട്ടുള്ള തുടർന്നുണ്ടാവുന്ന കെട്ടുപാടുകളുടെയോ അന്യർക്കുണ്ടാവുന്ന നാശത്തെയോ ക്ലേശങ്ങളെയോ അവഗണിച്ചുകൊണ്ട് ശാസ്ത്ര നിർദ്ദേശങ്ങൾക്കെതിരായിട്ട് വ്യാമോഹം മൂലം ചെയ്യുന്ന കർമ്മം താമസികമായിട്ടുള്ള കർമ്മം. അപ്പൊ തുടർന്നുണ്ടാവുന്ന കെട്ടുപാടുകളെ കുറിച്ചോ അന്യർക്കുണ്ടാവുന്ന നാശത്തെയോ ക്ലേശങ്ങളെയോ അവഗണിച്ചുകൊണ്ട് ശാസ്ത്ര നിർദ്ദേശങ്ങൾക്കെതിരായിട്ട് നമ്മൾ എന്ത് ചിന്തിക്കുന്നില്ല? തുടർന്നുണ്ടാകുന്ന കെട്ടുപാടുകളെ കുറിച്ചോ അല്ലെങ്കിൽ അന്യർക്കുണ്ടാകുന്ന നാശങ്ങളെയോ ക്ലേശങ്ങളെയോ അവഗണിച്ചുകൊണ്ട് ശാസ്ത്ര നിർദ്ദേശങ്ങൾക്കെതിരായിട്ട് വ്യാമോഹം മൂലം ചെയ്യുന്ന കർമ്മമാണ് എന്ത്? താമസികമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്നോ ക്ലേശങ്ങൾ ഉണ്ടാകുന്നോ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നോ എന്ന് ചിന്തിക്കാതെ ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായിട്ട് നമ്മളെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് എന്ത്? താമസികമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ 3 തരത്തിലുള്ള കർമ്മത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇനി 3 തരത്തിലുള്ള ബുദ്ധിയെ കുറിച്ചാണ് പറയുന്നത്. കുന്തിപുത്ര, ചെയ്യേണ്ടത് എന്താണെന്നും ചെയ്തു കൂടാത്തത് എന്താണെന്നും ഭയപ്പെടേണ്ടത് എന്താണെന്നും ഭയപ്പെടേണ്ടാത്തത് എന്താണെന്നും ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാകുന്നത് എന്തെന്ന് അറിയുന്ന ബുദ്ധിയാണ് എന്ത്? സാത്വികമായ ബുദ്ധി. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, ഭയപ്പെടേണ്ടത് എന്താണ്, പെടേണ്ടാത്തത് എന്താണ്, ബന്ധനത്തിന് കാരണമാകുന്നത്, മോക്ഷത്തിന് കാരണമാകുന്നത്, ഇതെല്ലാം വേർതിരിച്ചറിയുന്ന ബുദ്ധിയാണ് എന്ത്? സാത്വികമായിട്ടുള്ള ബുദ്ധി. രാജസികമായിട്ടോ ധർമ്മം എന്താണ് അധർമ്മം എന്താണ്, ചെയ്യേണ്ടത് എന്താണ് ചെയ്യരുതാത്തത് എന്താണെന്ന് വേർതിരിച്ചറിയാനാവാത്ത ബുദ്ധി രാജസികമായിട്ടുള്ള ബുദ്ധി. അപ്പൊ ധർമ്മം എന്ത് അധർമ്മം എന്ത്, ചെയ്യേണ്ടത് എന്ത് ചെയ്യരുതാത്തത് എന്ത് എന്ന് വേർതിരിച്ചറിയാനാവാത്ത ബുദ്ധിയാണ് രാജസികമായിട്ടുള്ള ബുദ്ധി. ഹേ പാർത്ഥ, വ്യാമോഹത്തിന്റെയും അന്ധകാരത്തിന്റെയും സ്വാധീനതയിൽ ധർമ്മത്തെ അധർമ്മമായും അധർമ്മത്തെ ധർമ്മമായും കരുതി സദാ തെറ്റായ വഴിക്ക് നയിക്കുന്ന ബുദ്ധി താമസികമായിട്ടുള്ള ബുദ്ധി. അപ്പൊ വ്യാമോഹത്തിന്റെയും അന്ധകാരത്തിന്റെയും സ്വാധീനത്തില് എപ്പോഴും നമ്മൾ എങ്ങനെ കാണുന്നു? ധർമ്മത്തെ അധർമ്മമായും അധർമ്മത്തെ ധർമ്മമായും കാണുന്നു. അങ്ങനെ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധിയാണ് എന്ത്? താമസികമായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ 3 തരത്തിലുള്ള ബുദ്ധിയെ കുറിച്ച് പറയാണ്. അതില് സാത്വിക ബുദ്ധിയും രാജസിക ബുദ്ധിയും താമസിക ബുദ്ധി 3 തരത്തിലുള്ള ബുദ്ധിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ 3 തരത്തിലുള്ള ബുദ്ധിയെ കുറിച്ച് പറഞ്ഞു. പിന്നെന്തിനെ കുറിച്ച് പറഞ്ഞു? ത്യാഗത്തെ കുറിച്ച് പറഞ്ഞു, കർമ്മത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ? 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഭഗവാൻ എന്താ പറയുന്നത് ഇവിടെ? ബ്രഹ്മഭൂത പ്രസന്നാത്മാ നാശോ ജദീന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭതേ പരാം. ഈ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്നവർ പരംബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കും. അപ്പൊ നമ്മള് ആ ഭഗവാനിലേക്ക് പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. ആ ഒരു ആധ്യാത്മികത്തിലേക്ക്, ഭൗതികത്തിൽ നിന്ന് ആത്മീയത്തിലേക്ക് കടക്കാൻ സാധിച്ചവർക്ക് എന്ത് പറ്റും? ആ പരബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് അവർക്ക് പരമാനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും.
പരമാനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള വ്യക്തിക്ക് പിന്നെ എന്തുണ്ടാവില്ല? ദുഃഖങ്ങൾ ഉണ്ടാവില്ല, ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. എല്ലാവരിലും ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. എല്ലാ ജീവാത്മാക്കളെയും സമഭാവനയോടെ കാണാനായിട്ട് സാധിക്കും. ആ വ്യക്തി ഭക്തിയോടുകൂടി ഭഗവാന്റെ സേവനത്തിൽ മുഴുകുകയും ചെയ്യും. എങ്ങനെയുള്ളവരാണ്? ആ പരബ്രഹ്മ സാക്ഷാത്കാരം ലഭിച്ച പരമാനന്ദം അനുഭവിക്കുന്നവര്. അവർക്ക് ദുഃഖങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാ ജീവാത്മാക്കളുടെ സമഭാവനയോടെ കാണാനായിട്ട് സാധിക്കും. അവർക്ക് ഭക്തിയോടുകൂടി ഭഗവത് സേവനത്തിൽ മുഴുകാനും ഇത്തരത്തിലുള്ള വ്യക്തിക്ക് സാധിക്കും. ഏതൊക്കെയാണ്? പരബ്രഹ്മാവസ്ഥയിൽ എത്തിയിട്ടുള്ള വ്യക്തിക്ക്, ആ പരമ സാക്ഷാത്കാരത്തിലേക്ക് കടന്ന വ്യക്തികൾക്ക്, പരമാനന്ദം അനുഭവിക്കുന്ന വ്യക്തികൾക്ക്. ഇന്നെന്താ ഇവിടെ പറഞ്ഞത്? ഭക്ത്യാ മാമാഭിജാനാതി യാവാൻ യച്ഛാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ ശ്വിശതേ തദനന്തരം. ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയൂ. ഭക്തി കൊണ്ട് തന്നെ എന്നെ കുറിച്ചുള്ള പൂർണ്ണബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പൊ ഭക്തിയുടെ സേവനം സാധിക്കുന്നത് ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാനായിട്ട് ആ വ്യക്തിക്ക് കഴിയുള്ളൂ. ആ ഭക്തി കൊണ്ട് തന്നെ എന്നെ കുറിച്ചുള്ള ബോധം, പൂർണ്ണ ബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഭക്തിയുടെ സേവനം കൊണ്ട് ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം ആർക്കറിയാൻ സാധിക്കുള്ളൂ? ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക്. ഭക്തിയുടെ സേവനം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഭഗവാൻ അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭക്തി വേണം. ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ കുറിച്ചുള്ള ഒരു പൂർണ്ണ ബോധം നേടാൻ നമുക്ക് സാധിക്കുള്ളൂ. ഭഗവാന്റെ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഭക്തി ഇല്ലാതെ നമുക്ക് ഒരിക്കലും എന്ത് സാധിക്കില്ല? ഭഗവാനെ കുറിച്ച് അറിയാനോ ഭഗവാന്റെ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കാനോ സാധിക്കില്ല. അപ്പൊ നമുക്ക് ഭഗവാനെ അറിയണമെങ്കിൽ, ഭഗവാന്റെ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ മാനദണ്ഡം? ഭക്തി. ഭക്തിയാണ് നമുക്ക് വേണ്ടത്. ഭക്തി എന്ന് വെച്ചാൽ എന്താണ്? ഭക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേവനം. ഭക്തി ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു പ്രവൃത്തി ചെയ്യണം, നമ്മുടെ ഒരു ആക്ഷൻ ഉണ്ടാവണം. അതാണ് ഭക്തിയുടെ സേവനം. സർവകർമ്മണ്യാപി സദാ കുർവാണോ മദ്വിപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. ഏതു തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എന്റെ വിശുദ്ധ ഭക്തൻ എന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായ എന്റെ ധാമം പ്രാപിക്കും. ഏതു തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും ശരി, എന്നെ മാത്രം ആശ്രയിക്കുന്ന എന്റെ വിശുദ്ധ ഭക്തൻ എന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായിട്ടുള്ള എന്റെ ധാമത്തെ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നവർ. അപ്പൊ നമ്മൾ എത്തരത്തിൽ പ്രവൃത്തി ചെയ്തായിരുന്നാലും ഭഗവാനെ ആശ്രയിക്കുന്ന ഭഗവാന്റെ ഭക്തന്മാർക്ക് എന്ത് സാധിക്കും? ഭഗവാന്റെ കാരുണ്യം കൊണ്ടും ഭഗവാന്റെ സംരക്ഷണം കൊണ്ടും ഭഗവാന്റെ ധാമം പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി, ഭഗവാനെ ആശ്രയിക്കാനാണെങ്കിൽ, ഭഗവാനെ മാത്രം ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭക്തനാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഭക്തന് എന്ത് സാധിക്കും? ഭഗവാന്റെ ധാമം പ്രാപിക്കാനായിട്ട് സാധിക്കും. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി അഥ ചേത്തോമഹങ്കാരൻ നാശോഷ്യസി വിനക്ഷ്യസി. എന്നെ കുറിച്ച് ബോധവാനായി തീർന്നാൽ നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ ബദ്ധ ജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ നിത്യഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലാകട്ടെ നാശമാണ് ഫലം. അപ്പൊ എന്നെ കുറിച്ച് ബോധവാനായിരുന്നു കഴിഞ്ഞാൽ, എന്നെ കുറിച്ചുള്ള ഒരു ബോധം നിനക്കുണ്ടെങ്കിൽ എന്റെ പ്രസാദം കൊണ്ട് തന്നെ നമുക്ക് എന്ത് സാധിക്കും? ബദ്ധ ജീവിതത്തിന്റെ സകല ക്ലേശങ്ങളും അതിജീവിക്കാനായിട്ട് നിനക്ക് സാധിക്കും. നമ്മള് ഈ ഭൗതിക ജീവിതത്തിലുള്ള നമ്മുടെ എല്ലാ ക്ലേശങ്ങളെയും അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എങ്ങനെ? ഭഗവാനെ കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിൽ. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ എല്ലാ ക്ലേശങ്ങളെയും നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ എല്ലാ ക്ലേശങ്ങൾക്കും കാരണം എന്താണ്? ഭഗവാനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. നമ്മുടെ ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലോ നാശമായിരിക്കും ഫലം. പക്ഷെ നമ്മളത് മനസ്സിലാക്കാതെ നമ്മൾ മിഥ്യാഹങ്കാരം കൊണ്ട് നമ്മൾ ഭഗവാനെ അനുസരിക്കാതെ പോയാലോ നമുക്ക് എന്താ സംഭവിക്കുന്നത്? അവിടെ നാശമാണ് ഫലം എന്നും ഭഗവാൻ ഇവിടെ പറഞ്ഞു തരാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദയശാർജുന തിഷ്ഠതി രാമയാൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. അർജുന, പരമപുരുഷൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുകയും ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന
ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പറയുന്നത് ഭഗവാൻ എന്താണ്? എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ കുടികൊണ്ടുകൊണ്ട് ഭൗതിക ശക്തിയാൽ നിർമ്മിതമായിട്ടുള്ള യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുന്നു. അപ്പൊ എല്ലാവരുടെ ഉള്ളിലും ആരുണ്ട്? പരമാത്മാവായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഭഗവാൻ എന്ത് ചെയ്യാണ്? എല്ലാ ജീവാത്മാക്കളുടെയും ഭ്രമണത്തെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? നമ്മള് ഭൗതിക ശക്തി കൊണ്ട് നിർമ്മിച്ച ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെ ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും ഇതുകൊണ്ട് ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ എല്ലാ ജീവാത്മാക്കളുടെ ഭ്രമണത്തെ ഭഗവാൻ നിയന്ത്രിക്കുന്നു. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തി സാനം പ്രാപ്സ്യാസി ശാശ്വതം. ഹേ ഭാരത, ആ പരമപുരുഷന് ആത്മാർപ്പണം ചെയ്യൂ. അവിടുത്തെ പ്രസാദം കൊണ്ട് നീ പരമമായ ശാന്തി നേടും, ശാശ്വതമായ പരമപദം പ്രാപിക്കും. ഇവിടെ എന്താ പറഞ്ഞത്? ഹേ ഭാരത, ആ പരമപുരുഷന് ആത്മാർപ്പണം ചെയ്യാനാ പറഞ്ഞ. ആ പരമപുരുഷൻ എന്ത് ചെയ്യണം? ആത്മാർപ്പണം ചെയ്യണം. അവിടുത്തെ പ്രസാദം കൊണ്ട് പരമമായ ശാന്തി നേടാനും ശാശ്വതമായ പരമപദം പ്രാപിക്കാനും സാധിക്കും. ആ പരമപുരുഷന് ആത്മാർപ്പണം ചെയ്യാൻ ആ ഭഗവാന്റെ പ്രസാദം കൊണ്ട് നമുക്ക് എന്ത് സാധിക്കും? ഈ പരമമായ ശാന്തി നേടാനും ശാശ്വതമായ പരമപദം പ്രാപിക്കാനും സാധിക്കും. അപ്പൊ ഭഗവാൻ പറയുന്നത് ആ പരമപുരുഷന് ആത്മാർപ്പണം ചെയ്യൂ. അവിടുത്തെ പ്രസാദം കൊണ്ട് നീ പരമമായ ശാന്തി നേടും, ശാശ്വതമായിട്ടുള്ള പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഭഗവാന് ആത്മാർപ്പണം ചെയ്യാനാ പറഞ്ഞത്. മനസ്സും ശരീരവും ആത്മാവും എല്ലാം എന്ത് ചെയ്യാ? ഭഗവാനെ സമർപ്പിക്കുക. അങ്ങനെ ആ ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രസാദം, കാരുണ്യം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ശാന്തി നേടാം, പരമമായ പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന് ആത്മാർപ്പണം ചെയ്യാം. മനസ്സും ശരീരവും ആത്മാവും എല്ലാം ആർക്ക് സമർപ്പിക്കുക? ഭഗവാന് സമർപ്പിക്കുക. ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശൈത്യശേഷേണ യഥേച്ഛസി തഥാ കുരു. ഇപ്രകാരം അതിരഹസ്യമായ ജ്ഞാനമാണ് ഞാൻ നിനക്ക് വിവരിച്ചു തന്നത്. ഇനി സമഗ്രമായി ആലോചിച്ചതിന് ശേഷം ഹിതമെന്ന് തോന്നുന്നത് എന്തോ അത് ചെയ്യുക. ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാൻ എന്താ പറയുന്നത് അർജുനനോട്? ഇത്രയും അതിരഹസ്യമായ കാര്യങ്ങളാണ് ഞാൻ നിനക്ക് വിവരിച്ചു തന്നത്. ഇനി നീ എന്ത് ചെയ്യാം? നിനക്ക് ഹിതമെന്ന് തോന്നുന്നത് എന്തോ അത് ചെയ്യുക. ഇനി നീ അല്ലാതെ ആലോചിക്കുക. അതിനുശേഷം നിനക്ക് എന്താണോ ശരി അത് നീ ചെയ്യുക എന്നാണ് ഭഗവാനോട് പറയുന്നത്. അപ്പൊ ഇപ്രകാരം രഹസ്യമായ ജ്ഞാനമാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നത്. ഇനി സമഗ്രമായി ആലോചിച്ചതിന് ശേഷം ഹിതം എന്ന് തോന്നുന്നത് എന്താണോ അത് നീ ചെയ്യുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അർജുനനോട്. എന്നിട്ട് എന്താ പറയണത് ഇവിടെ? മന്മനാഭവ മദ്ഭക്തോ മത്യാജീമാ നമസ്കുരു മാമൈ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ. എപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായും നിനക്ക് എന്നെ പ്രാപിക്കാൻ സാധിക്കും. ഞാൻ തീർത്തു പറയുന്നു, എന്തെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ. അപ്പോ എപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു പോന്നു കഴിഞ്ഞാൽ നിശ്ചയമായും നിനക്ക് എന്ത് സാധിക്കും? എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കും. ഞാൻ തീർത്തു പറയുന്നു, കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് നീ എന്നാണ് അപ്പൊ ഭഗവാനെ എപ്പോഴും ഓർക്കണം, ഭഗവാന്റെ ഭക്തനാവണം, ഭഗവാനെ ആരാധിക്കുക, ഭഗവാനെ പ്രണമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്? ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കും ആ ഭക്തൻ. അപ്പൊ ഭഗവാൻ എപ്പോഴും ഓർത്തും ഭഗവാന്റെ ഭക്തനായി ഭഗവാൻ ആരാധിച്ചും പ്രണമിച്ചും കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും എന്ത് സാധിക്കും? ഭഗവാൻ എപ്പോഴും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഭഗവാനെ പ്രാപിക്കാനും നമുക്ക് സാധിക്കും. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാം ശുചഃ. സർവധർമ്മങ്ങളെയും പരിത്യജിച്ച് എന്നിൽ ശരണം തേടുക, ഞാൻ നിന്നെ സകല പാപ പ്രതികരണങ്ങളിൽ നിന്ന് മോചിപ്പിക്കാം, ഭയപ്പെടേണ്ട. അവിടെ എന്ന് പറയുന്നത് സർവധർമ്മങ്ങളും, എല്ലാ തരത്തിലുള്ള ധർമ്മങ്ങളും ത്യജിച്ച് എന്നിൽ ശരണം തേടുക, ഞാൻ നിന്നെ സകല പാപ പ്രതികരണങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ, ഭയപ്പെടേണ്ട. അപ്പൊ എന്താണ്? എല്ലാ ധർമ്മങ്ങളും ത്യജിച്ച് ഭഗവാന് ശരണം പ്രാപിക്കാനാണ് ഭഗവാൻ പറയണത്. ഇതെവിടെ വന്നിട്ട് പറയണത്? ലാസ്റ്റ് ശ്ലോകത്തിൽ വന്നിട്ട് നിൽക്കണത് അല്ലെ. എല്ലാ ധർമ്മങ്ങളും വിട്ട് ഭഗവാനെ ശരണം തേടിയാലും ഭഗവാൻ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ പാപപ്രതികളിൽ നിന്നും മോചിപ്പിക്കും, ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മള് ഭഗവാനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ബാക്കി ഭഗവാൻ എന്ത് ചെയ്തോളും? നമ്മളെ എല്ലാവിധത്തിലുള്ള പാപ പ്രതികരണങ്ങളിൽ നിന്ന് മോചിപ്പിക്കും, ഭയപ്പെടേണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത്.
യാ ഇദം പരമം ഗുഹ്യം മത്ഭക്തോഷോഭിദ്യാസതി ഭക്തിമയൈ പരാം കൃത്വാ മാമേ വൈഷ്യത്യ സംശയ. പരമരഹസ്യമായി ജ്ഞാനത്തെ എന്റെ ഭക്തൻ ഉപദേശിക്കുന്നവൻ ശുദ്ധ ഭക്തിയുടെ സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. അപ്പൊ പരമരഹസ്യമായ ജ്ഞാനം അത് ഭഗവാന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവൻ എങ്ങനെയാണ്? ശുദ്ധമായ ഭക്തിയുടെ സേവനം സുനിശ്ചിതമാണ്. അയാൾക്ക് അവസാനം എന്ത് സാധിക്കും? എന്നിലേക്ക് തിരിച്ചെത്താനായിട്ട് സാധിക്കും. അപ്പൊ പരമമായ ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തെ കുറിച്ച്, അതായത് എന്താണ് ഭഗവാനെ കുറിച്ചുള്ള ഒരറിവ്, ഭഗവത്ഗീത പരമരഹസ്യമായി ജ്ഞാനം ഭഗവത്ഗീത ഭഗവാന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവൻ എന്താണ്? ശുദ്ധമായ ഭക്തിയുടെ സേവനം സുനിശ്ചിതമാണ്. അയാൾക്ക് ഭഗവാനിലേക്ക് തിരിച്ചെത്താനായിട്ട് സാധിക്കും. അപ്പൊ ഭഗവാനെ പറയുന്നത് എന്താണ്? ഭഗവാനെ കുറിച്ചുള്ള ഈ വാണി, ഭഗവാന്റെ ഉപദേശങ്ങള് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അത് ഭക്തിയുടെ സേവനമാണ്. അത് ഭക്തിയുടെ സേവനമാണ്. അങ്ങനെയുള്ളവർക്ക് എന്ത് സാധിക്കും? ഭഗവാനിലേക്ക് തിരിച്ചെത്താനായിട്ട് സാധിക്കും. നച്ചാ തസ്മാൻ മനുഷ്യേഷു കശ്ചിൻ മേ പ്രിയ കൃത്തമഃ ഭവിതാന ച മേ തേമ ഭവിതാന ച മേ തസ്മാ ധന്യ പ്രിയതരോ പൃഥ്വീ. അങ്ങനെയുള്ളൊരു ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. അപ്പൊ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവന് ഭക്തനായിട്ട് മാറാണ് ചെയ്യുന്നത് ആര്? ഇത് പറഞ്ഞു കൊടുക്കുന്ന ഭഗവത്ഗീത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി. ഈ ലോകത്തില് അങ്ങനെയുള്ള ഒരു വ്യക്തി വേറെ ആരും ഇല്ല ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട്. അതിങ്ങനെ ഒരിക്കലും ഇനി ഉണ്ടാവുകയില്ല. അപ്പൊ ഭഗവാന് അങ്ങനെയുള്ള ഭക്തരെയാണ് ആര്? ഭഗവാന് പ്രിയങ്കരമായിട്ടുള്ളത്, ഭഗവാനെ കുറിച്ച് പ്രചരിപ്പിക്കുന്നത്, ഭഗവാന്റെ നാമരൂപ ഗുണലീലകളെല്ലാം പ്രചരിപ്പിക്കുന്നവരാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് ഭഗവാനോട് പറയാണ്. എന്താ പറയണത്? നമ്മൾ തമ്മിൽ നടത്തുന്ന ഈ പരിപാവനമായ സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഭഗവാൻ പറയുന്നത് നമ്മൾ തമ്മിൽ നടത്തുന്ന ഈ പരിപാവനമായ സംഭാഷണം പഠിച്ചറിയുന്നവര് ബുദ്ധി കൊണ്ട് ഭഗവാനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവത്ഗീത പഠിക്കുന്നവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഭഗവാനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ബുദ്ധി കൊണ്ട് ഭഗവാനെ ആരാധിക്കുകയാണെന്ന് ഭഗവാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അർജുനനോട് പറയാണ്, കുന്തിപുത്രനായ അർജുന, ധനഞ്ജയ, നീ ഇതെല്ലാം ശ്രദ്ധയോട് കൂടി കേട്ടില്ലേ? ജ്ഞാനത്തിൽ നിന്നുള്ളതായ നിന്റെ വ്യാമോഹം ഇപ്പോൾ തീർന്നില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ നന്നായിട്ട് കേട്ടില്ലേ? നിനക്കിപ്പോ ജ്ഞാനം കൊണ്ടുണ്ടായ നിന്റെ സംശയങ്ങളും വ്യാമോഹമൊക്കെ നിന്റെ മാറിയില്ലേ എന്നാണ് ഇവിടെ ഭഗവാൻ ചോദിക്കുന്നത്. അർജുനൻ എന്താ പറയുന്നത്? അല്ലയോ കൃഷ്ണ, ഹേ അച്യുത, ഇപ്പോൾ എന്റെ വ്യാമോഹം തീർന്നു. അങ്ങയുടെ കാരുണ്യം കൊണ്ട് എന്റെ ബുദ്ധി തിരിച്ചു കിട്ടി. ഞാനിപ്പോൾ ദൃഢനും സംശയരഹിതനുമാണ്. അങ്ങയുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. അപ്പൊ അർജുനൻ പറയാണ്, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അച്യുത, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എനിക്കിപ്പോ എന്റെ വ്യാമോഹം തീർന്നു, എനിക്ക് എന്റെ ബുദ്ധി തിരിച്ചു കിട്ടുകയും ചെയ്തു. ഞാനിപ്പോ ദൃഢനാണ്, സംശയരഹിതനാണ്. അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാനിപ്പോ ദൃഢനാണ്, പിന്നെന്താണ് പറഞ്ഞത്? ദൃഢനുമാണ്, സംശയങ്ങൾ ഇല്ലാത്തവനുമാണ്. എന്റെ സംശയങ്ങളൊക്കെ തീർന്നു, എന്റെ ബുദ്ധി എനിക്ക് തിരിച്ചു കിട്ടി, എന്റെ വ്യാമോഹങ്ങളൊക്കെ ഇല്ലാതായി. അതുകൊണ്ട് ഞാൻ അങ്ങ് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. ഈ സഞ്ജയൻ എന്താ പറയണത്? ഇപ്രകാരം മഹാത്മാക്കളായ കൃഷ്ണാർജുനന്മാർ തമ്മിൽ നടന്ന ഈ സംഭാഷണം ഞാൻ കേട്ടു. അത്ഭുതകരമായ സന്ദേശം എന്നെ കോൾമയിൽ കൊള്ളിക്കുന്നു. യോഗേശ്വരനായ കൃഷ്ണൻ തന്നെ അർജുനന് പരമരഹസ്യമായി യോഗം ഉപദേശിച്ചത് വ്യാസദേവന്റെ അനുഗ്രഹത്തിൽ എനിക്ക് നേരിട്ട് കേൾക്കാൻ ഇടവന്നു. ഇവിടെ പറയുന്നത് അർജുനനും കൃഷ്ണനും തമ്മിൽ നടത്തിയ പരിപാവനമായ സംഭാഷണം സഞ്ജയന് കേൾക്കാൻ സാധിച്ചു. അത് കോൾമയർ കൊള്ളിക്കാണ് സഞ്ജയൻ എന്ന് പറഞ്ഞു. പിന്നെ യോഗേശ്വരനായ കൃഷ്ണൻ തന്നെയാണ് എന്ത് ചെയ്തത്? അർജുനന് പരമരഹസ്യമായ ഈ യോഗം ഉപദേശിച്ചു കൊടുത്തത്. വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ടത് നേരിട്ട് കേൾക്കാൻ ഇടവന്നു. അപ്പൊ ഇവിടെ പറയുന്നത് യോഗേശ്വരനായ കൃഷ്ണൻ തന്നെയാണ് അർജുനന് ഈ പരമരഹസ്യമായ ഈ ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തത്. എന്റെ ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് എന്ത് സാധിച്ചു? അത് നേരിട്ട് കേൾക്കാനായിട്ട് സാധിച്ചു. അപ്പൊ വ്യാസദേവൻ ഇവിടെ ഗുരുവിനെ സ്മരിക്കുകയാണ്. കാരണം ഭഗവാനെ കാണാൻ സാധിച്ചതും ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിച്ചതും ആരിലൂടെയാണ്? ആ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് സാധിച്ചത്. കാരണം ആ ഗുരു ദിവ്യചക്ഷുസ് നൽകിയത് കൊണ്ടാണ് വ്യാസദേവൻ അതെല്ലാം സാധിച്ചത്. ഇവിടെ ഈ സമയത്ത് ഗുരുവിനെ ഓർക്കാണ് വ്യാസമഹർഷി. വ്യാസദേവൻ എന്താ പറഞ്ഞത്? സഞ്ജയൻ
സഞ്ജയൻ ഗുരുവിനെ ഓർക്കാണ്. കാരണം ഗുരുവിന്റെ കാരുണ്യം കൊണ്ടാണ് എന്ത് സാധിച്ചത്, ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോ ഗുരുവിലൂടെ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഒരു ഭഗവാനെ അറിയാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. കൃഷ്ണാർജുനന്മാരുടെ അത്ഭുതകരമായി പുണ്യ സംവാദം വീണ്ടും വീണ്ടും ഓർത്തോർത്ത് ഞാൻ അനുനിമിഷം ആനന്ദ പുളകിതനാകുന്നു രാജാവ്. അപ്പോ അർജുനനും കൃഷ്ണനും തമ്മിൽ നടത്തിയ അത്ഭുതകരമായ സംവാദം, അതിനെക്കുറിച്ച് ഓർക്കും തോറും എനിക്ക് എന്താണ് ആനന്ദ പുളകിതനാകാണെന്നാണ് ഇവിടെ ആര് പറയുന്നത്, സഞ്ജയൻ പറയുന്നത്. അല്ലയോ രാജാവേ, കൃഷ്ണന്റെ അത്ഭുതാവഹമായ രൂപം ഓർക്കും തോറും എനിക്ക് വിസ്മയം വർദ്ധിക്കുന്നു, വീണ്ടും വീണ്ടും സന്തോഷം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് സഞ്ജയൻ പറയാണ് ധൃതരാഷ്ട്രടുത്ത്, കൃഷ്ണന്റെ അത്ഭുതാവഹമായിട്ടുള്ള രൂപം അത് ഓർക്കും തോറും എനിക്ക് വിസ്മയം വർദ്ധിക്കുന്നു, വീണ്ടും വീണ്ടും സന്തോഷം ഉണ്ടാകുന്നു. അപ്പൊ ഭഗവാനെ കുറിച്ച് ഓർക്കും തോറും, ഭഗവാന്റെ ആ രൂപം മനസ്സിൽ വരും തോറും വിസ്മയം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യം നമ്മൾ വിശ്വരൂപത്തിൽ കണ്ടു, പിന്നെ കാലരൂപത്തിൽ കണ്ടു, പിന്നെ ചതുർഭുജ രൂപത്തിൽ കണ്ടു, സാക്ഷാൽ ശ്രീകൃഷ്ണനായിട്ട് കണ്ടു. അതൊക്കെ ആലോചിക്കും തോറും എന്താണ് സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്ക്, സഞ്ജയനും. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥാധനുർധരഃ തത്ര ശീർവിജയോ ഭൂതിർധ്രുവാ നിധിർമതിർമമ. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥാധനുർധരഃ തത്ര ശീർവിജയോ ഭൂതിർധ്രുവാ നിധിർമതിർമമ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെയാണ് ഈ ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം. അപ്പൊ എവിടെയാണ് യോഗേശ്വരനായ കൃഷ്ണനുള്ളത്, എവിടെയാണോ വില്ലാളി വീരനായ അർജുനനുള്ളത്, അവിടെയാണ് എന്തുള്ളത്, ഐശ്വര്യമുള്ളതും വിജയമുള്ളതും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണൻ ഉണ്ടാകുന്നത്, വില്ലാളി വീരനായ അർജുനൻ ഉണ്ടാകുന്നത്, അവിടെയാണ് എന്തുണ്ടാകുന്നത്, ഐശ്വര്യം ഉണ്ടാകുന്നത്, വിജയം ഉണ്ടാകുന്നത്, അസാധാരണമായ ശക്തി ഉണ്ടാകുന്നത്, നീതി നടക്കുന്നതൊക്കെ എവിടെയാണോ ഭഗവാനും കൃഷ്ണനും ഉള്ളത്. അപ്പൊ ഇവിടെ ഭഗവാനും അർജുനനും ഉള്ളത് എവിടെയാണോ അവിടെയാണ് എന്ത് അസാധാരണ ശക്തിയും വിജയവും നീതിയും എല്ലാം ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ ഭഗവത്ഗീത തുടങ്ങുന്നത് ആരുടെ ചോദ്യത്തിലൂടെയായിരുന്നു, ധൃതരാഷ്ട്ര ചോദ്യത്തിലൂടെ അല്ലെ. എന്തായിരുന്നു ചോദിച്ചത്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവഃ മാമകാ പാണ്ഡവശ്ചൈവ സഞ്ജയ അല്ലെ. സഞ്ജയനോട് ചോദിക്കായിരുന്നു, അവിടെ യുദ്ധത്തിന് ഒത്തുകൂടിയിട്ടുള്ള എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്ത് ചെയ്തു എന്നാണ് അവിടെ ചോദിച്ചത്. ഇവിടെ സഞ്ജയൻ എന്താ പറയുന്നത്, എത്ര യോഗേശ്വര കൃഷ്ണോ യത്ര ഇവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, ഇവിടെ വെല്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെയാണ് എന്ത് നടക്കുന്നത്, ഐശ്വര്യവും വിജയവും ഉണ്ടാകുന്നത്, അസാധാരണ ശക്തി ഉണ്ടാകുന്നത്, നീതിയും ഉള്ളത് എവിടെയായിരിക്കും, ഭഗവാനും അർജുനനുമുള്ള സ്ഥലത്ത്. ഇതാണ് സഞ്ജയന്റെ അഭിപ്രായത്തിൽ എന്ന് സഞ്ജയൻ പറയാണ് ഇവിടെ. ഗീതാ മഹാത്മ്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഗീതാശാസ്ത്രമിതം പുണ്യം യപ്പഠേ പ്രയതപ്പുമാൻ വിഷ്ണു പദമവാപ്നോതി ഭയശോകാദിവർജിതഃ. പവിത്രമായി ഗീതാശാസ്ത്രത്തെ പ്രയത്നപൂർവ്വം പഠിക്കുന്നവൻ ഭയശോകങ്ങളിൽ നിന്നും മുക്തനായി വിഷ്ണുവിന്റെ പാദം പൂകുന്നു. അപ്പോ ഗീതാശാസ്ത്രം അത് പവിത്രമായിട്ടുള്ളതാണ്. അത് പ്രയത്നപൂർവ്വം പഠിക്കുന്നവർക്ക് ഭഗവാന്റെ പാദത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഭയശോകാദിവർജിതം, ഭയശോകങ്ങളിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് മോചനം ലഭിക്കും. ഗീതാധേന ശീലസ്യ പ്രാണായാമ പരസ്യ ച നൈവ സന്ദീഹി പാപാനി പൂർവജന്മ കൃതാനി ച. നിത്യവും ഗീത വായിക്കുകയും പ്രാണായാമം ശീലിക്കുകയും ചെയ്യുന്നവന്റെ പൂർവജന്മകൃത പാപങ്ങൾ നശിക്കുകയും പുതുതായി പാപങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ നിത്യവും ഭഗവത്ഗീത വായിക്കുന്നവര് പ്രാണായാമം ചെയ്യുക, ശീലിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൂർവജന്മത്തിലെ പാപങ്ങൾ നമ്മളെ നശിക്കും, പുതുതായിട്ട് പാപങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. മല നിർമോചനം പുംസാം ജല സ്നാനം ദിനേ ദിനേ സകൃത്ഗീതാഭസി സ്നാനം സംസാര മലനാശനം. മനുഷ്യരുടെ പ്രതിദിന സ്നാനം ശരീരത്തിൽ അഴുക്ക് മാറ്റും. എന്നാൽ ഭഗവത്ഗീതയാകുന്ന പുണ്യജലത്തിൽ ഒരിക്കൽ മാത്രം കുളിച്ചാൽ അത് സംസാര മലത്തെ നശിപ്പിക്കുന്നു. അപ്പോ ഭഗവത്ഗീത പ്രതിദിനം സ്നാനം ചെയ്തു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യര് ഡെയിലി കുളിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പോകും. അപ്പോ ഭഗവത്ഗീതയാകുന്ന പുണ്യജലത്തിൽ നമ്മൾ സ്നാനം ചെയ്താലോ അത് നമ്മുടെ സംസാര മലത്തെ നശിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലെ എല്ലാ അഴുക്കുകളും ഇല്ലാതാക്കാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് സാധിക്കും, നമ്മളെ സംസാരം
ഭഗവത്ഗീത വായിക്കുന്നതുകൊണ്ട് മലനിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃത്ഗീതാംബസി സ്നാനം സംസാരമലനാശനം. ഹരേ കൃഷ്ണ. സംസാരം നശിപ്പിക്കുന്നതാണ് അല്ലെ. നമ്മളെ പ്രതിദിനം നമ്മള് ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരുന്നാൽ എന്താണ്, ഭഗവത്ഗീത എന്ന പുണ്യജലത്തിൽ സ്നാനം ചെയ്ത സംസാര മലത്തെ നമ്മളെ നശിപ്പിക്കുന്നതാണ്. ഗീതാസു ഗീത കർത്തവ്യ കിമന്നൈ ശസ്ത്ര വിസ്തരൈഹി യാ സ്വയം പത്മനാഭസ്യ മുഖ പത്മാതി നിസൃത. ഭഗവത്ഗീത വളരെ നന്നായി പഠിക്കേണ്ടതാണ്. വിഷ്ണുവിന്റെ മുഖപത്മത്തിൽ നിന്ന് നിർഗതിച്ച ഭഗവത്ഗീതയുള്ളപ്പോൾ മറ്റനേകം ശാസ്ത്രങ്ങൾ എന്തിനാ? അപ്പൊ നമ്മള് ഭഗവത്ഗീത നമ്മള് നന്നായിട്ട് പഠിക്കണം. മറ്റുള്ള ഗ്രന്ഥങ്ങളുടെ ആവശ്യം തന്നെ ഇല്ല. ഭഗവാന്റെ മുഖത്തു നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്, ഭഗവത്ഗീത വന്നിരിക്കുന്നത്. അപ്പൊ മറ്റുള്ള ശാസ്ത്രങ്ങൾ നമുക്ക് ആവശ്യമേ ഇല്ല. അത് ഭഗവത്ഗീത പഠിച്ചാൽ എന്താണ്, മറ്റുള്ള ഗ്രന്ഥങ്ങളും കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് സർവസ്വമാണത്. ഭാരതാമൃത സർവസ്വ വിഷ്ണു ഭക്താതി നിസൃതം ഇതാഗം ഗോതകം പീത്വ പുനർജന്മാന വിദ്യത്തെ. മഹാഭാരതത്തിന്റെ സാരവും ഭഗവാൻ വിഷ്ണുവിന്റെ തന്നെ മുഖത്തു നിന്നും പുറപ്പെട്ടതുമായിട്ടുള്ള ഗീതയാകുന്ന പവിത്രമായ ഗംഗാജലം കുടിച്ചാൽ പുനർജന്മം ഉണ്ടാകില്ല. നമുക്ക് എന്തുണ്ടാവില്ല? പുനർജന്മം പോലും ഉണ്ടാകില്ല. എങ്ങനെയാണെങ്കിൽ ഭഗവത്ഗീതയാകുന്ന പവിത്രമായ ഗംഗാജലം പാനം ചെയ്യുക. ഗീതയാകുന്ന ഗംഗാജലം പാനം ചെയ്യാന്ന് വെച്ചെന്താണ്, ഭഗവത്ഗീത നിരന്തരം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം ഏകോ ദേവോ ദേവകി പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഒരേ ഒരു ശാസ്ത്രം കൃഷ്ണൻ ഉപദേശിച്ച ഭഗവത്ഗീത, ഒരേ ഒരു ഈശ്വരൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഒരേ ഒരു മന്ത്രം ഭഗവാന്റെ നാമം, ഒരേ ഒരു കർമ്മം ഭഗവാന്റെ സേവനം. അപ്പൊ നമുക്ക് ഒരേ ഒരു ശാസ്ത്രം എന്താണ്, ഭഗവത്ഗീത, ഒരേ ഒരു ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഒരേ ഒരു മന്ത്രം ഭഗവാന്റെ നാമം, ഒരേ ഒരു കർമ്മം എന്താണ്, ഭഗവത് സേവനം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധോഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദി കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരുദേവ് കി ജയ്. നിത്തായ് ഗുരുപ്രമാനന്ദേ. ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. മുംദാസ് സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. പറയാം. സന്യാസം, ത്യാഗം എന്നിവ എന്തിനാണെന്നാണ് ഭഗവാൻ പറയുന്നത്? ഭൗതികമായ സാധനങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനെയാണ് ബുദ്ധിമാന്മാർ ത്യാഗം പറഞ്ഞത്. എന്താണെന്ന് പറഞ്ഞത്? എല്ലാ കാര്യങ്ങളും കർത്തവ്യമാണ് എന്ന നിലയിൽ ചെയ്യുന്നതാണ് ത്യാഗം. സന്യാസം, ത്യാഗം എന്നിവ എന്താണെന്നാണ് ഭഗവാൻ പറയുന്നത് ചോദിച്ചത്. എന്തിനാണെന്നായിരിക്കും, എന്താണെന്നായിരിക്കും. എന്താണ് പറഞ്ഞത്? മഹാത്മാക്കളെ പോലും വിശദീകരിക്കാനായിട്ട് ഉപേക്ഷിക്കേണ്ടതല്ലത്. 5-ാമത്തെ ശ്ലോകത്തിൽ എന്തിനെ പറയണത്? അത് തന്നെ പറയണത് അല്ലെ. അതൊരിക്കലും നമ്മള് എങ്ങനെ ചെയ്യണം? ഫലം ആഗ്രഹിക്കാതെ ചെയ്യേണ്ടതാണത്. കർത്തവ്യബോധത്തോടെ ഫലം ഇച്ഛിക്കാതെ ചെയ്യേണ്ടതാണ്. മഹാത്മാക്കളെ എങ്ങനെയാണ് യജ്ഞങ്ങൾ ചെയ്യേണ്ടത്? അതാണ് അതിലും പറഞ്ഞ 5-ാമത്തിൽ തന്നെ അത് വരുന്നത്. 5-ാമത്തെ ആൻസർ അല്ലത്.
അങ്ങനെയാണ് ഉദ്ദേശമായും ഫലാസക്തി കൂടാതെയും നിയന്ത്രണമായും ഇല്ലാതെ ഇരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. സാത്വികമായ ബുദ്ധി എന്താണ്? എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതും ചെയ്തുകൂടാത്തതുമായ ഭയപ്പെടേണ്ടതും ഭയപ്പെടുത്തേണ്ടതും ബന്ധത്തിനും മോക്ഷത്തിനും കാരണമായിട്ടുണ്ടെല്ലാം എന്നെല്ലാം അറിയുന്നതാണ് സാത്വികമായ ബുദ്ധി. അതായത് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, മോക്ഷത്തിന് കാരണമാകുന്നത് വേർതിരിച്ചറിയാൻ സാധിക്കുന്ന ബുദ്ധി സാത്വികമായിട്ടുള്ള ബുദ്ധി. 65ാമത്തെ ശ്ലോകത്തിൽ എന്താ ഭഗവാൻ പറയുന്നത്? ഇപ്പോഴും എന്നെ ഓർക്കുക, ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായും നിനക്ക് എന്നെ പ്രാപിക്കും. പറയുന്നു എന്തെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവനാവും. സഞ്ജയൻ അവസാനം പറഞ്ഞ സഞ്ജയന്റെ അഭിപ്രായം എന്തായിരുന്നു? ഇവിടെ യോഗീശ്വരനായ കൃഷ്ണനുണ്ടോ, സാധാരണ ശക്തിയും നീതിയുള്ള സഞ്ജയന്റെ അഭിപ്രായം. എവിടെയാണ് യോഗേശ്വരനായ കൃഷ്ണനുള്ളത്, വില്ലാളി വീരനായ അർജുനുള്ളത്? എവിടെയാണ് ആരുടെ അഭിപ്രായം?